Good morning to you all. Here's a new video. Papal Audience Vatican. Praise the Lord. It's 30th October 2024 Wednesday. ചെക്ക് ഇൻ ചെയ്യുന്നിടം. ഇതും ഒരു രാജ്യമാണല്ലോ. തന്നെയുമല്ല ഇവിടെയും എയർപോർട്ടിലെ പോലെ തന്നെയുള്ള ചെക്കിംഗ് ഉണ്ട്. എല്ലാ ബുധനാഴ്ചയും പേപ്പൽ ഓഡിയൻസ് ഉണ്ട്. അന്ന് പോയാൽ നമുക്ക് പോപ്പിനെ നേരിട്ട് കാണാം. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ കാണും. അതുകൊണ്ട് നേരത്തെ കാലത്തെ പോയി ക്യൂ നിൽക്കണം. ക്യൂ ആണിത്. എന്തെങ്കിലും മാരകായുധങ്ങളോ സ്ഫോടക വസ്തുക്കളോ ഒക്കെ നമ്മൾ കരുതിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി എയർപോർട്ടിലെ പോലുള്ള ചെക്കിങ് കഴിഞ്ഞതിന് ശേഷമേ അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. 2024 നമ്മുടെ ബിലവഡ് പോപ്പ് ഫ്രാൻസിസ് ആണ്. ഫ്രാൻസിസ് പാപ്പ. പോപ്പിൻ്റെ വസതിക്ക് ചുറ്റുമുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അകത്ത് കയറിയതിന് ശേഷം എടുത്തിട്ടുള്ള ഫോട്ടോസാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ അവിടെ വളരെ സിമ്പിളായിട്ടൊരു സ്റ്റേജ് ഉണ്ടാക്കിയിരിക്കുന്നത് കാണാം. പോപ്പ് അവിടെയാണ് വന്നിരിക്കുന്നത്. ആ സ്റ്റേജിലേക്ക് വന്ന് എല്ലാവർക്കും ദർശനം കൊടുത്തതിന് ശേഷം ബ്ലസ് ചെയ്യാനായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നതിന് അവർ പ്രത്യേക വഴികൾ സജ്ജമാക്കും. മെറ്റൽ ഫെൻസ് വെച്ച് വഴിയുണ്ടാക്കും. പോപ്പ് വന്നതിന് ശേഷം ചെറിയൊരു സന്ദേശം നൽകും. അതിനു മുമ്പും പിമ്പുമുള്ള വായനകളാണ് ഈ കാണുന്നത്. Il Santo Padre dà ora inizio all'udienza generale che introduce con il segno della croce e il saluto liturgico. Disponiamoci ad accogliere la sua parola e a ricevere la sua benedizione. പ്രായവും ക്ഷീണവും ഒക്കെ ഉള്ളതുകൊണ്ട് പോപ്പ് അധികം സമയം സന്ദേശത്തിന് വേണ്ടി എടുക്കുകയില്ല. ഓരോ രാജ്യത്തെയും പേരായി പറഞ്ഞ് പോപ്പ് ബ്ലസ് ചെയ്യും. ധാരാളം ആളുകൾ ഒന്നിച്ചുള്ളതുകൊണ്ട് എല്ലാവർക്കും കാണാൻ വേണ്ടി അവിടെ CCTVയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാ പാപ്പ വാഹനത്തിൽ കയറി വരുന്ന ഭാഗമാണ്. അതിനുശേഷം തിരിച്ചു അതിലെ തന്നെ പോകും. ഇതാ വന്നിട്ട് തിരിച്ചു പോവുകയാണ്. ഈ കാണുന്നത് തൊട്ടടുത്ത് ചെല്ലാൻ വേണ്ടി നേരത്തെ പെർമിഷൻ എടുത്തവരാണ്. പോപ്പ് തിരിച്ച് ചെന്ന് കഴിഞ്ഞ് അവരടുത്ത് ചെല്ലുന്നതാണ്. ഞാൻ അടുത്ത് നിന്ന് കണ്ടയാളാണ് കേട്ടോ. പാപ്പ ബ്ലസ് ചെയ്ത് പോകുമ്പോൾ കവാടത്തെങ്കിൽ യൂണിഫോമിൽ കാണുന്നത് പാപ്പായുടെ സെക്യൂരിറ്റിയാണ്. അതിൻ്റെ അപ്പുറത്ത് കുറേ പേർ വേറെയുമുണ്ട്. കുറേ അൽമേനികളും മറ്റു ചില പ്രധാനപ്പെട്ട സ്പിരിച്വൽ ഫാദേഴ്സുമാണ് പോപ്പിനെ നേരിട്ട് ഇപ്പം കണ്ട് സംസാരിക്കുന്നത്. And today, Easter Monday, 21st April 2025. May his soul rest in peace. ഫ്രാൻസിസ് പാപ്പായ്ക്ക് പ്രണാമം. ഈസ്റ്ററിൻ്റെ പിറ്റേ ദിവസം തന്നെ അത് സംഭവിച്ചു. ഇഹലോകവാസം വെടിഞ്ഞ മാർപ്പാപ്പമാരുടെ ഈ ലിസ്റ്റിലേക്ക് ഇനി ഒരാൾ കൂടി. സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ലിസ്റ്റാണിത്. പ്രേയേഴ്സ് പാപ്പ. മോറോവർ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കല്ലേ. താങ്ക് യു.